ഹലോ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡേ 1 ആണ് കേട്ടോ. ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഇപ്പം തന്നെ വെയിറ്റ് 79.6 നല്ലോണം കുറഞ്ഞ വെയിറ്റാണ് കേട്ടോ ഇപ്പോൾ കൂടിയത്. അപ്പോൾ ഞാൻ എണീറ്റ് വന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഒരു 400 ml വെള്ളം അത് ഞാനൊന്ന് ചൂടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ. മുഴുവൻ ഒറ്റയടിക്ക് ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള വെള്ളം സിപ്പായിട്ട് കുടിച്ചിട്ട് ഒരു അരമണിക്കൂർ കൊണ്ടാണ് കേട്ടോ അത് തീർത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് പിന്നെ യോഗ വിത്ത് ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മണിലാൽ സാറിൻ്റെ എക്സസൈസാണ് കേട്ടോ ഞാൻ ചെയ്യുക. എനിക്ക് അതാണ് എളുപ്പം തോന്നുന്നത്. എനിക്ക് ഹെവി എക്സസൈസ് ആകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, എൻ്റെ ഷോൾഡറിനൊക്കെ വേദനയൊക്കെ വരും. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെവി അല്ല, എന്നാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചലിക്കുന്നത് പോലെയുള്ള എക്സസൈസ് ആടാനും നമുക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും എല്ലാ ഭാഗത്തും നമ്മൾക്ക് ചലനം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ എക്സസൈസാണ് ഞാൻ ചെയ്യുന്നത്. അത് അരമണിക്കൂറുണ്ട്, 20 മിനിറ്റിൻ്റെതുണ്ട്. നമുക്ക് തുടക്കക്കാർക്ക് പെട്ടെന്ന് അരമണിക്കൂർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ 15 മിനിറ്റിൻ്റെതുണ്ട്. പിന്നെ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ സാറ് പറയുന്നതാണ്, നമുക്ക് ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ, അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ കുറേ ഞാൻ ഇതുവരെ ചെയ്തില്ല, ഇനി എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ഗുണമുണ്ടോ എന്നൊക്കെ നമ്മളൊരു ഏജ് എത്തി അതുവരെ ചെയ്യാത്തവർ ഒക്കെ പറയില്ലേ. പക്ഷേ അതൊരു കുഴപ്പമില്ല, നമുക്ക് ഇപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആ എന്തൊരു എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു ഗുണം ഉണ്ടാവുമെന്നും കൂടെ സാറ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനിത് ഓരോ ഭാഗത്തിനും അതല്ലോ, ഓരോ ഷോൾഡർ ഓരോ അവയവങ്ങൾക്കും ചലനം ഉണ്ടാവും. അത് നമുക്ക് നല്ലൊരു സുഖമാണല്ലോ. പിന്നെ ചില എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമാവുക ചെയ്യാം. പക്ഷെ സാറിൻ്റെ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു എനർജി കിട്ടുന്നത് പോലെ കേട്ടോ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് തിരഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തതാണ് ഈ എക്സസൈസ് കേട്ടോ. അതേപോലെ സാറ് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ 20% വ്യായാമമാണെങ്കിൽ ബാക്കിയാണ് 20% വ്യായാമം കൊണ്ടുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് ഭക്ഷണ നിയന്ത്രണത്തിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക, കഴിക്കുന്ന ഭക്ഷണം സ്പീഡ് കഴിക്കാതെ നല്ലോണം ചവച്ചരച്ച് കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ബോഡി വെയ്റ്റ് കുറയാനും പിന്നെ നമുക്കിപ്പം ഷുഗർ, കൊളസ്ട്രോള്, BP ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും പറ്റുമെന്നാണ് സാറ് പറയുന്നത്. കണ്ടില്ലേ, ഈ എക്സസൈസ് ഒക്കെ നോക്കൂ, വളരെ സിമ്പിളാണ്. പക്ഷേ എന്താണ്, സിമ്പിളാണെങ്കിൽ നമ്മൾ ആ അരക്കെട്ടിലെ കൊഴുപ്പ് പോകാനും അരക്കെട്ടിനൊക്കെ ഒരു എന്താ പറയുക, നമുക്കൊരു കൊഴുപ്പ് കുറയാൻ മാത്രം, പിന്നെ അരക്കെട്ടിനൊക്കെ നമുക്കൊരു അയവ് വരാനും കൂടെയൊക്കെ നല്ലൊരിതാണ്. കയ്യിൻ്റെ നോക്കും, നമ്മളെ കയ്യിൻ്റെ ആ ഒരു ഷോൾഡറിനായാലും ആ കയ്യിൻ്റെ ആ മസിൽ എവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കൊഴുപ്പൊക്കെ പോകാനൊക്കെ വളരെ നല്ലൊരു എക്സസൈസാണ് കേട്ടോ ഇത്. അപ്പം പിന്നെന്താ, ഏറ്റവും ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഈ എക്സസൈസ് അരമണിക്കൂറോളം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് ശേഷം പിന്നെ ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം, ആ കൊണ്ടുവച്ച ചൂടുവെള്ളം കുടിച്ചതിന് പുറമെ കുറച്ചുകൂടെ ഞാൻ വെള്ളം കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രാവിലെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കുകയും ഒക്കെ ചെയ്തത്. പെട്ടെന്ന് പോയിട്ട് ഞാൻ കുളിച്ചില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് നല്ല ഫ്രഷ് ആവുമല്ലോ, രാവിലെ തന്നെ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ കുളിച്ചു. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ടോ. അങ്ങനെ ഈ എക്സസൈസ് കണ്ടില്ല, എത്ര സിമ്പിളാണെന്ന് നോക്കുക. സിമ്പിളാണ്, എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് കേട്ടോ. ഇനി ഏജായ ആൾക്കാർക്കായാലും കുട്ടികൾക്കായാലും പിന്നെ ഏകദേശം ഒരു പ്രായമുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ മാത്രമാണ് കേട്ടോ സാറിൻ്റെ കയ്യിൽ ഞാൻ കണ്ടത്. അപ്പോൾ നല്ല സാറ് പറയുന്നത് അതേപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ നടക്കുക എന്നുള്ളത്, നമ്മളെ കാലിൻ്റെ ചലനം വെയിറ്റ് കുറയ്ക്കാൻ വളരെ സഹായിക്കും എന്നാണ് സാറ് പറയുന്നത് കേൾക്കൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇത് കണ്ടില്ല, ഇങ്ങനെ വാക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ എക്സസൈസ് കഴിഞ്ഞാലും ഒരു 20 times വാക്കാണ് വരിക. ഇതെല്ലാം മുതുകിനൊക്കെ, നമ്മളെ മുതുകിൻ്റെ ഭാഗത്തെ കൊഴുപ്പ് പോകാനൊക്കെ ഇങ്ങനത്തെ നല്ല ഒരു എക്സസൈസ് കുറേ ചെയ്തു കേട്ടോ ഞാൻ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഭാഗം മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇനി ഇത് മാത്രം ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസ് ചെയ്യാം. ജിമ്മിൽ പോകാൻ പറ്റുന്നവർക്ക് ജിമ്മിൽ പോവാം. അപ്പോൾ എല്ലാവർക്കും ജിമ്മിലൊന്നും പോകാൻ പറ്റില്ലല്ലോ എപ്പോഴും നമ്മളെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഈ വ്യായാമം നടക്കും കേട്ടോ.
പിന്നെ പറഞ്ഞ പോലെ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ നേരം നമ്മൾ നടക്കുകയോ എന്തെങ്കിലും ചെയ്യുക. പിന്നെ ഞാൻ പറയുന്നത് വീട്ടിലെ ജോലികൾ വ്യായാമമല്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഞാൻ വീട്ടിലെല്ലാ പണികളും ഞാൻ നല്ലോണം ചെയ്യും. അതായത് പിന്നെ അലക്കുക, വെള്ളം കോരുക, ഇതൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ തന്നെ കുറച്ച് അവിടെയും വ്യായാമമാവുമല്ലോ. പിന്നെ ഇങ്ങനെ ഇത് 1 ലിറ്റർ, ഏകദേശം 1 ലിറ്റർ കൊള്ളുന്ന ബോട്ടിലാണ്. ഇതിൽ ഞാനൊരു 3.5-4 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ രാവിലെ ചപ്പാത്തി, വീട്ടിലുണ്ടായ പഴം, ചെറുപയർ, തേങ്ങയൊക്കെ ഇട്ടതാണ് കേട്ടോ, തേങ്ങ അരച്ചിട്ടില്ല. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ ഞാനൊരു ആപ്പിൾ കഴിച്ചു. ഉച്ചയ്ക്ക് പിന്നെ ചോറും മോരൊഴിച്ച കൂട്ടാനും അവിയലും കായ, കോവക്ക, മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ കഴിച്ചത്. ഇത് വൈകുന്നേരത്തേക്കുള്ള ഫുഡാണ്. ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകണേ ഉള്ളൂ കേട്ടോ. വെള്ളക്കടല സാലഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത് ഒരു 7:15 ഞാൻ കഴിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോടൊപ്പം ആരെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, നിങ്ങളെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു.